ഈശോയിൽ സ്നേഹമുള്ളവരെ, ഈ ഉയർപ്പ് കാലഘട്ടത്തിൻ്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണിത്. പക്ഷേ ഇതേക്കുറിച്ച് പലർക്കും വലിയ ബോധ്യമില്ല. എല്ലാവർക്കും ഇഷ്ടം തപസ് കാലമാണ്. കുരിശിൻ്റെ വഴി, ഭയങ്കര പരിഹാരം, എന്തൊക്കെ പ്രാർത്ഥനകളാണ്. ഈ തപസ്സുകാലത്തേക്ക് വേണ്ടി മാത്രം കള്ളുകുടി, അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ച് ഈസ്റ്ററിന് അതൊക്കെ വീണ്ടും തുടങ്ങും. അപ്പോൾ ഈ കാലഘട്ടത്തെക്കുറിച്ച് അധികം പറഞ്ഞു കൊടുക്കപ്പെട്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്രൂശിതനെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഉദ്ധിതനെ അധികം പരിചയമില്ല. പക്ഷെ കത്തോലിക്ക സഭ ഉദ്ധിതൻ്റെ സഭയാണ്. ഇങ്ങനെ ഒരു ദൈവം ഇങ്ങനെ വന്ന് ഭൂമിയിലെ മനുഷ്യനായിട്ട് വന്ന് മരിച്ച് തീർന്നുപോയ അങ്ങനെ മരിച്ചില്ലാണ്ടായിപ്പോയ ഒരാളെ അനുഗമിക്കുന്ന സഭയല്ല, ജീവനുള്ള കർത്താവിൻ്റെ സഭയാണ്. മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ഉദ്ധിതൻ്റെ സഭയാണ് കത്തോലിക്ക സഭ. നമ്മൾ ഉയർപ്പിൻ്റെ മക്കളാണ്. ഉയർപ്പിൻ്റെ മക്കളെപ്പോലെ നമ്മൾ ജീവിക്കണം. എവിടെയോ എപ്പോഴോ രൂപപ്പെട്ട ഒരു പ്രാർത്ഥന രീതിയുണ്ട്, കുരിശിൻ്റെ വഴി എന്നതുപോലെ തന്നെ ഉയർപ്പിൻ്റെ വഴി അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. കുറേ പേർക്കൊക്കെ ചിലപ്പോൾ അറിയാൻ പറ്റുമായിരിക്കും. അതിനും 14 സ്ഥലങ്ങളുള്ള ഒരു പ്രാർത്ഥനയാണ്. അത് മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെടുന്നത് ഇങ്ങനെ ഈശോ ഇങ്ങനെ ഓരോ സംഭവങ്ങൾ ഇങ്ങനെ അതിൽ പറഞ്ഞുകൊണ്ട് 14 ഉയർപ്പ് തുടർന്നുള്ള 14 സംഭവങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥനയാണ് ഉയർപ്പിൻ്റെ വഴി. ഉയർപ്പിനെ, ഉദ്ധിതനെയും കൂടി നമ്മൾ മറന്നു കളയാൻ പാടില്ല. ക്രൂശിതനും ഉദ്ധിതനും ഒരാൾ തന്നെയാണ്, പക്ഷേ ഉദ്ധിതനെ നമ്മൾ മറന്നു കളയാൻ പാടില്ല. അതുകൊണ്ടാണ് ചില പള്ളികളിലെങ്കിലും അൾത്താരയിൽ കുരിശ് വെച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഈശോയാണ് വെച്ചിട്ടുള്ളത്. ചില പള്ളികളിലും പുതിയതായിട്ടൊക്കെ പണിതിട്ട പള്ളികളിലൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. അത് ഒരു പുതിയ ചിന്തയാണ്. പക്ഷെ ക്രൂശിത രൂപവും പ്രധാനപ്പെട്ടതാണ് അൾത്താരയിൽ. കാരണം കുരിശിൻ്റെ അനുസ്മരണമാണല്ലോ ബലിയർപ്പണം. ഈ ലാറ്റിൻ ക്രമത്തിലുള്ള കുർബാനയിലുള്ള ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ഉയർപ്പ് എന്ന് പറയുന്ന വാക്കുകൾ തന്നെ കുർബാനയ്ക്കകത്ത് ഒത്തിരി ഉണ്ട്. ലാറ്റിൻ കുർബാനയിൽ ഉയർപ്പ്, ഇപ്പം വിശ്വാസത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത് അതിൽ ഉയർപ്പ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. ഇങ്ങനെ ഉയർപ്പ് എന്ന് പറയുന്ന വാക്ക് ഒത്തിരിയുള്ള കുർബാനയാണ് ലാറ്റിൻ ക്രമത്തിലുള്ള കുർബാന. കാരണം ഉയർപ്പ് ഇത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇപ്പോൾ ഈ 8 ദിവസം പ്രധാനപ്പെട്ട കാര്യമാണ്. ഉത്ഥാനത്തിൻ്റെ അഷ്ടദിനം. ഞാനിത് പറയുന്നത് ഈ ദിനത്തിന് വലിയ പ്രാധാന്യമുള്ള സമയമാണ്. ശരിക്ക് കർത്താവിൻ്റെ സ്വർഗാരോഹണം വരെ അതാണ് 40 ദിവസം. ഇനി 50-ാം തിരുനാൾ പെന്തക്കോസ്ത തിരുനാൾ, അത് മെയ് 24-ാം തീയതി. മെയ് 14-ന് സ്വർഗാരോഹണം, അത് വ്യാഴാഴ്ച ദിവസമാണ്. 50-ാം തിരുനാൾ അത് പെന്തക്കോസ്ത തിരുനാൾ. 50 നോയമ്പ് ഇല്ല, 40 നോയമ്പാണ്. 50 നോയമ്പ് എന്നുള്ള പ്രയോഗമില്ല, യഥാർത്ഥത്തിൽ സഭയിലില്ല. അത് ആരെങ്കിലും 50 നോയമ്പെന്ന് പറയുന്നുണ്ടെങ്കിൽ പച്ചക്കള്ളമാണ്. 48 ദിവസം പോലും ഇല്ല, 49. ഈസ്റ്ററും കൂടി കൂട്ടിയാൽ 49 ദിവസമുള്ളൂ. ഇല്ല, തിങ്കളാഴ്ച എവിടെയോ തിങ്കളാഴ്ച തുടങ്ങുന്നുണ്ട്, എന്നിട്ട് അത് ഈസ്റ്റർ. അപ്പം 7 × 7 49 ഉള്ളൂ. പിന്നെ എങ്ങനെ 50 നോയമ്പാകും? അതുമല്ല, ഈ ഞായറാഴ്ച ഉത്ഥാനത്തിൻ്റെ ദിവസമാണ്, എല്ലാ ഞായറാഴ്ചയും. അതുകൊണ്ടാണ് കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നത് ഞായറാഴ്ചകളിലും കടപ്പെട്ട തിരുനാളുകളിലും മുഴുവൻ കുർബാനയിൽ പങ്കുകൊള്ളും. ചില ആളുകൾ ഞായറാഴ്ച പള്ളി പോകില്ല, എൻ്റെ പകരം തിങ്കളാഴ്ച പോകും. അങ്ങനെയില്ല, അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് സഭയിൽ വരുത്തിയിട്ടില്ല. ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച. എക്സെപ്ഷൻ 2 പേർക്കുള്ളൂ, 2 കൂട്ടർക്ക്. ഒന്ന്, രോഗാവസ്ഥയിൽ എഴുന്നേറ്റ് പോയി പള്ളി നിൽക്കാനോ പള്ളി പോകാനോ പറ്റാത്ത അവസ്ഥയുള്ളവർക്ക്. രണ്ടാമത്തെ കൂട്ടർ ഗർഭാവസ്ഥയുടെ പല സ്റ്റേജുകളിൽ അവർക്ക് പള്ളി പോകാൻ പറ്റില്ല. ബാക്കിയുള്ള ആർക്കും ഒഴിവ് പറഞ്ഞിട്ടില്ല. തീർത്ഥാടനത്തിൻ്റെ പേരിൽ, കല്യാണാഘോഷത്തിൻ്റെ പേരിൽ ഒന്നും ഒഴിവ് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ദൈവകൽപ്പന, 3-ാമത്തെ കൽപ്പന, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം. കർത്താവിൻ്റെ ദിവസം. അപ്പോൾ നമ്മൾ തിങ്കളാഴ്ച കൊണ്ട് ആചരിച്ചാൽ അത് ശരിയായില്ല. അത് കർത്താവിൻ്റെ ദിവസം തന്നെ. ഓരോ ഞായറാഴ്ചയും ഉയർപ്പ് തിരുനാളിൻ്റെ ഓർമ്മ ദിനമാണ്. അതുകൊണ്ടാണ് ലത്തീൻ ആരാധനക്രമത്തിൽ
40 നോയമ്പെന്ന് പറഞ്ഞ് ഞായറാഴ്ചകൾ, നോമ്പ് കാലത്തിലെ 6 ഞായറാഴ്ചകൾ നോയമ്പാചരണത്തിൽ ഉൾപ്പെടുത്താതെ വെച്ചിരിക്കുന്നത്. അതാണ് അത് കർത്താവിനെ ബഹുമാനിക്കുന്ന തുല്യ ഉത്ഥാന ദിവസമാണ് ഞായറാഴ്ച. അപ്പം അതുകൊണ്ട് ഈ ഉയർപ്പ് കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്, അഷ്ടദിനം പ്രധാനപ്പെട്ടതാണ്. കാരണം അതിന് ഈ പുതുഞായർ വരികയാണ്, കർത്താവിൻ്റെ ദൈവകരുണയുടെ തിരുനാൾ അത് വരികയാണ്. അപ്പം അതൊക്കെ വരുന്നത് കൊണ്ട് തന്നെ ഈ 8 ദിനം നല്ല പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. ഇന്നലെ തുടങ്ങിയതാണ്, ഇല്ലേ? ആഴ്ചയിൽ 7 ദിവസം, അപ്പം ഞായറാഴ്ച വരെ 7 ദിവസം, ഇന്നലെയും കൂടി കൂട്ടുമ്പോൾ 8 ദിവസം. 8 ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കും. ഈ മരിച്ചവർക്ക് വേണ്ടിയിട്ടുള്ള മാസത്തിൽ ആ പ്രാർത്ഥന 8 ദിവസം പോയി സിമിത്തേരി സന്ദർശിച്ച് പ്രാർത്ഥിച്ചാൽ ആ ആത്മാക്കൾക്ക് പൂർണ്ണ ദണ്ഡവിമോചനം സഭ കൽപ്പിക്കുന്നുണ്ട്, അനുവദിക്കുന്നുണ്ട്. ആ പർട്ടിക്കുലർ നമ്മൾ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അപ്പം അങ്ങനെ ഈ 8 ദിനം വളരെ പ്രധാനപ്പെട്ട. അതുകൊണ്ട് ഉഴപ്പരുത്. നിങ്ങൾ മോശമായിട്ട് പോയി ഇങ്ങനെ ആവേശത്തോടെ വന്നിട്ട് എല്ലാം നശിപ്പിച്ച് കളയരുത്. നമ്മുടെ ദൗത്യം ഇത് തന്നെയാണ്, ഇങ്ങനെ ഇത് തുടരുക എന്നതാണ്. ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ ദിവസത്തെ ഈസ്റ്റർ കഴിഞ്ഞ് വരുന്ന തിങ്കളാഴ്ച ലിറ്റിൽ ഈസ്റ്റർ എന്നാണ് പറയുക. ലിറ്റിൽ ഈസ്റ്റർ, അത് ഏഞ്ചൽസ് മൺഡേ എന്നുകൂടി പറയും. മാലാഖയുടെ തിങ്കൾ. കാരണം മാലാഖയാണ് കല്ലുരുട്ടി മാറ്റിയത് കല്ലുരുട്ടി മാറ്റി. അത് മത്തായിയുടെ സുവിശേഷം 28-ാം വാക്യത്തിൽ കല്ലുരുട്ടി മാറ്റി കല്ലിൻ്റെ പുറത്ത് കയറിയിരുന്നു. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കും ഒരു പണിയില്ല മാലാഖയ്ക്ക്. പണിയില്ലാത്തത് കൊണ്ടല്ല, അത് അതീവ ജാഗ്രതയാണ്. അതീവ ജാഗ്രത അത് മാലാഖയുടെ ഒരു ദൗത്യമാണ്. അതീവ ജാഗ്രത. സങ്കീർത്തനം 34:7 എന്താ? കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവർ രക്ഷിക്കുന്നു. അപ്പം ദൈവഭക്തൻ്റെ ചുറ്റും ഇങ്ങനെ പാളയം നിൽക്കുക, ഏതു നേരം ഇങ്ങനെ നിൽക്കുക. അതാണ് മാലാഖയുടെ ജോലി, ഇല്ലേ? യോസേപ്പിതാവിൻ്റെ കാര്യത്തിൽ, മാതാവിൻ്റെ കാര്യത്തിൽ ഒക്കെ മാലാഖ കൊടുത്ത നിർദ്ദേശമനുസരിച്ചാണ്. എന്തൊരു ജാഗ്രതയോടുകൂടിയാണ് അവർ വർത്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ഉയർപ്പിൻ്റെ മക്കളുടെ പ്രത്യേകത അത് തന്നെയാണ്. ഇങ്ങനെ മോശമായിട്ട് പോകാതെ അതീവ ജാഗ്രതയോടുകൂടെ നിൽക്കണം. ജാഗ്രതയോടുകൂടെ ഉയർപ്പിൻ്റെ മക്കളെ പോലെ. അതാണ് ഉയർപ്പിൻ്റെ സാക്ഷികൾ. ഇന്നത്തെ സുവിശേഷം കേട്ടില്ലേ? ഉയർപ്പിൻ്റെ എതിർ സാക്ഷികൾ. ഭടന്മാർക്ക് പണം കൊടുത്തിട്ട് ശരീരം എടുത്തോണ്ട് പോയി എന്ന് കള്ളക്കഥ മെനഞ്ഞു. അത് എതിർ സാക്ഷികളാണ്. ഉയർപ്പിൻ്റെ സാക്ഷികൾ. ഇന്ന് ഈശോ പറയുന്നൊരു കാര്യമാണ് ഗലീലിലേക്ക് പോവുക. അത് മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായത്തിൽ യേശു അവരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, നിങ്ങൾ ചെന്ന് എൻ്റെ സഹോദരന്മാരോട് ഗലീലിലേക്ക് പോകണമെന്നും അവിടെ അവർ എന്നെ കാണുമെന്നും പറയുക. ഇത് ഈശോ മാമോദീസ സ്വീകരിച്ച സ്ഥലം ഗലീലിയ, ദൗത്യം ആരംഭിച്ച സ്ഥലം. അപ്പൊ ശിഷ്യന്മാരോട് പറയാം ഗലീലിലേക്ക് പോവുക, അവിടെ വെച്ച് നമ്മൾ കാണും, ദൗത്യമേൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈസ്റ്ററിന്റെ മക്കൾ ഈസ്റ്റർ കഴിഞ്ഞ പിന്നെ ദൗത്യം ചെയ്യലാം, പിന്നെ ഉഴപ്പാൻ പാടില്ല. ഞായറാഴ്ച ആചരിക്കണം, മറ്റ് കടമകൾ കൽപ്പനകൾ ഒക്കെ നമ്മൾ പാലിക്കണം. അതാണ് അത് നമ്മുടെ കടമയാണ്. നമ്മൾ ഈ കുർബാന അർപ്പണത്തിൽ പോലും നമ്മൾ കർത്താവിൻ്റെ മക്കളുടെ ദൗത്യം നിറവേറ്റേണ്ടവരാണ്. ഇപ്പം മാമോദീസയിലൂടെ എടുത്ത ദൗത്യങ്ങളുണ്ട്, ആദ്യ കുമ്പസാരത്തിലൂടെ എടുത്ത ദൗത്യങ്ങളുണ്ട്, ആദ്യ കുർബാനയിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ വിവാഹത്തിലൂടെ എടുത്ത ദൗത്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പാലിക്കണം. ഇപ്പം സ്കാഫൊക്കെ ധരിച്ച് വരിക എന്ന് പറയുന്നത് ഒരു ദൗത്യമാണ്. അതിനോട് ചേർന്ന് വരുന്ന, പറയാതെ ചെയ്യേണ്ട കാര്യമാണ്. ഷോർട്സ് ധരിച്ച് പള്ളി വരാൻ പാടില്ല. മനസ്സിലായോ? ഉദ്ധിതന്റെ മക്കൾ അങ്ങനെയാണോ വരേണ്ടത്? ഉദ്ധിതനെ അറിഞ്ഞ ഉദ്ധിതന്റെ മക്കൾ, ഉദ്ധിതന്റെ പ്രകാശത്തിൽ ജീവിക്കേണ്ട മക്കൾ, ഉദ്ധിതന്റെ സാക്ഷികളാകേണ്ട മക്കൾ എങ്ങനെയാണ് പെരുമാറേണ്ടത്? ഒരു ദൈവാരാധനയിൽ ആരോ വീഡിയോ പിടിക്കുന്നത് കണ്ടു. കുർബാന സമയത്ത് കൊള്ളാം, നല്ല പള്ളി, നല്ല അൾത്താര, നല്ല കാര്യങ്ങൾ, ഇങ്ങനെ ഫോട്ടോ എടുക്കുക. കുർബാന കഴിഞ്ഞിട്ട് എടുക്കാമല്ലോ. അപ്പൊ കൂടെയുള്ള ആളുകൾക്ക് ദുർസാക്ഷ്യമാണ്, എതിർസാക്ഷ്യം. അപ്പോൾ ഒന്നുമില്ലെങ്കിലും അവൻ വീഡിയോ പിടിക്കുന്നത് മറ്റുള്ളവർ നോക്കിക്കൊണ്ടിരിക്കും, കൂടെയുള്ളവർ എങ്ങനെയാണ് എടുക്കുന്നത്. അപ്പൊ അവൻ്റെ ശ്രദ്ധ പോയി. അപ്പൊ അതൊരു എതിർസാക്ഷ്യമായി. അപ്പം നമ്മുടെ ദൗത്യം ഇത് തുടരുക. ഇന്ന് മാലാഖയുടെ മണ്ട് എന്ന് പറയുമ്പോൾ മാലാഖയെ പോലെ അത് നമ്മൾ ആ ഒരു അതീവ ജാഗ്രത പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു ജീവിത ശൈലിയാണ് കത്തോലിക്ക വിശ്വാസ ജീവിത ശൈലി. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഇനി സമ്മാനം കിട്ടുക. ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. കൂടെ നിൽക്കുന്നുണ്ടോ? കൂടെ നിൽക്കുന്നവർക്ക് അനുഗ്രഹം ഉണ്ടാവും എന്തായാലും. ഇപ്പം മുന്നോട്ടുള്ള ദിവസങ്ങൾ 40-ാം ദിവസം
40-ാം ദിവസം, ഇനി 38 ദിവസം, ഇന്നിപ്പോൾ 2-ാം ദിവസമായി അല്ലേ? 2-ാം ദിവസം ക്രിസ്മസ്, ഈസ്റ്ററിൻ്റെ 40-ാം ദിവസം, അത് മെയ് 14-ാം തീയതിയാണ്. ഇപ്പോൾ ഈശോ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോവുകയാണ്. സ്വർഗാരോഹണം ചെയ്തിട്ടില്ല, ഇപ്പോൾ സ്വർഗാരോഹണം ചെയ്യും. ആ തിരുനാൾ നമ്മൾ ആചരിക്കാൻ പോവുകയാണ്. അത് സംഭവിച്ച കാര്യമാണ്. പക്ഷേ കത്തോലിക്ക സഭയിൽ ആ തിരുനാൾ ആഘോഷിക്കാൻ തരുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കൊരു അനുഗ്രഹം വേണമെങ്കിൽ കർത്താവിനോട്, കർത്താവേ എനിക്കൊരു അനുഗ്രഹം തന്നിട്ട് പോ കർത്താവേ, അങ്ങ് സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുമ്പ് എനിക്കൊരു അനുഗ്രഹം തന്നിട്ട് പോ കർത്താവേ. നമ്മളിങ്ങനെ അമ്മയുടെ സാരിത്തുമ്പിൽ പിടിച്ച് വലിക്കുന്നത് പോലെ, പോകരുത് പോരുത് തന്നിട്ട് പോയാൽ മതി എന്ന് പറയുന്ന പോലെ, കർത്താവ് ഇങ്ങനെ ഉയർന്നു പോകുമ്പോൾ ഉടുപ്പൊക്കെ പിടിക്കണം, കർത്താവേ പോകല്ലേ കർത്താവേ. അങ്ങനെ അതൊരു ഇൻറ്റിമസിയാണ്. നമ്മൾ ചിലപ്പോൾ ബന്ധമൊന്നുമില്ലെങ്കിൽ അത് പോട്ടെ, ആ കുഴപ്പമൊന്നുമില്ല, വേറെ വഴിയുണ്ട്, നമ്മളങ്ങനെ പറയില്ലേ ചില കാര്യങ്ങളെ. അടുപ്പമുണ്ടെങ്കിലല്ലേ നമുക്ക് അങ്ങനെ ചോദിക്കാൻ പറ്റുള്ളൂ. അടുപ്പമൊന്നുമില്ലെങ്കിൽ നമ്മളത് വിട്ടുകളയും. അപ്പം കർത്താവ് തന്നെ അനുഗ്രഹിക്കപ്പെടേണ്ട കുറേ മേഖലകളുണ്ട് നമ്മുടെ ജീവിതത്തിൽ. കർത്താവ് തന്നെ അനുഗ്രഹിക്കണം. ലോകത്ത് പരതി നടന്നിട്ടും അന്വേഷിച്ച് നടന്നിട്ടും ഒന്നും കിട്ടാത്ത കാര്യങ്ങൾ കർത്താവിന് തന്നെ കിട്ടേണ്ട മേഖലയുണ്ട്. അപ്പം കർത്താവിൻ്റെ കൂടെ തന്നെ നിൽക്കണം. കർത്താവെ അനുഗ്രഹിക്കാനുള്ളൂ. കർത്താവിൻ്റെ സാക്ഷിയായി തീർന്നാൽ കർത്താവ് നമ്മൾ അനുഗ്രഹിക്കും. അതിനുള്ള കൃപ നമുക്ക് തരും കർത്താവിൻ്റെ സാക്ഷിയാകാൻ. ഇപ്പോൾ അടുത്ത ഞായറാഴ്ച, അത് 8-ാം ദിവസം, ഈസ്റ്ററിൻ്റെ 8-ാം ദിവസം, നമ്മൾ തോമസ് ശ്ലീഹായ്ക്ക് ഈശോ കാണിച്ചു കൊടുക്കുന്നൊരു സംഭവമുണ്ട്. അത് നമ്മൾ പറയും, കുറേ മനുഷ്യർ പറയും തൊട്ടു വിശ്വാസി, കണ്ട് വിശ്വാസി എന്നൊക്കെ പറയും. ഇങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് കാണിക്കും. പാവം പുണ്യവാളൻ, പാവം പുണ്യവാളൊന്നും തെറ്റുപോലും ചെയ്തിട്ടില്ല, കാണുമെന്ന് പറഞ്ഞ് തുടരണമെന്നൊക്കെ പറഞ്ഞതൊക്കെ സത്യമാണ്. പക്ഷെ തൊട്ടിട്ടൊന്നുമില്ല. തൊട്ടു വിശ്വാസി എന്ന് പറയുന്നത് ശുദ്ധ അബദ്ധമാണ്. ആ പുണ്യവാളനെ അവഹേളിക്കുന്നതില്ല, മാപ്പ് പറയണം പുണ്യവാളനോട്. പുണ്യവാളൻ കാണണമെന്ന് പറഞ്ഞു, കാരണം 11 പേരും കണ്ടു, അപ്പം ഞാൻ കണ്ടിട്ടില്ല. കണ്ടതെന്തിനാ? സാക്ഷിയാകാൻ വേണ്ടി. അപ്പൊ ബാക്കിയുള്ളവർ വലിയ ആവേശത്തോടെ പറയാണ്, ഞാൻ കണ്ടു, ഞങ്ങൾ കണ്ടു എന്ന് പറയണം. അപ്പൊ ഇങ്ങനെ കണ്ടിട്ടില്ല, കാണണ്ടേ? ഉദ്ധിതനെന്ന് കാണണ്ടേ? ഉദ്ധിതനെ കണ്ടിട്ട് പറയുന്നതും കാണാതെ പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. നിനക്ക് സാക്ഷിയാകാൻ പറ്റാത്ത നിനക്ക് ഉദ്ധിതന് അനുഭവം ഉണ്ടായിട്ടില്ല. ഒരു അനുഭവം നീ ചോദിക്കാം. ചിലപ്പോൾ കുഞ്ഞുണ്ടാകുന്ന അനുഭവമായിരിക്കാം, ചിലപ്പോൾ ജോലി കിട്ടുന്ന അനുഭവമായിരിക്കാം. അത് നിന്റെ ശരീരത്തിൽ അനുഭവിക്കാൻ പറ്റും. ഒരു രോഗം മാറുന്ന അനുഭവം നിനക്ക് ശരീരത്തിൽ അനുഭവിക്കാൻ സാധിക്കും. ഉദ്ധിതൻ ഇറങ്ങി നടന്നപ്പോഴല്ലേ ആ തിബേരിയാസ് കടൽ തീരത്ത് വള്ളത്തിൻ്റെ വലതുവശത്ത് വലയിടുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞത് ഉദ്ധിതനല്ലേ? ഉദ്ധിതനാണ്. അപ്പൊ ഉദ്ധിതൻ ഇങ്ങനെ തോമസ് ശ്ലീഹയ്ക്ക് വേണ്ടിയിട്ട് അടച്ചിട്ട മുറിയിൽ പ്രവേശിച്ചവനാണ്. കാരണം ഉദ്ധിതന്റെ ശരീരം മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ്. ക്രൂശിതന്റെ ശരീരം മഹത്വീകരിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. കുരിശുമരണം വഴി ദൈവപിതാവിൻ്റെ ആ വലിയ പ്രോജക്റ്റ്, അത് ഇന്നത്തെ 1-ാം വായനയിൽ പറയുന്നൊരു കാര്യമാണ്. നടപടി പുസ്തകം 2:23. അതെന്താണെന്നറിയാമോ? അവൻ ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതിയും പൂർവജ്ഞാനവും അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. ദൈവത്തിൻ്റെ നിശ്ചിത പദ്ധതി അനുസരിച്ചാണ് 3-ാം ദിവസം ഉയർപ്പിക്കപ്പെട്ടത്. അപ്പം മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ്. മഹത്വീകരിക്കപ്പെട്ട ശരീരം അടച്ചിട്ട മുറിയിൽ പ്രവേശിക്കും. അടച്ചിട്ട മുറിയിൽ പ്രവേശിക്കാൻ കഴിവുള്ളവൻ, കല്ലറ പിളർക്കാൻ കഴിവുള്ളവൻ ഉദ്ധിതന്. നിങ്ങളുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യം ചെയ്യാൻ പറ്റും. ക്രൂശിതന് അടിയും തൊഴിയും കൊള്ളുന്നവനാണ്. പക്ഷെ ഉദ്ധിതൻ അങ്ങനെയല്ല, പവറാണ്. ഉദ്ധിതൻ പവറാണ്. നിന്നെ എടുത്തുയർത്തും. നിന്റെ ജീവിതത്തിൽ നീ ഒരു ചെളിക്കുഴിയിലാണ് നീ കിടക്കുന്നതെങ്കിൽ, മദ്യപാനത്തിൻ്റെയോ വ്യഭിചാരത്തിൻ്റെയോ ഒരു ഭയങ്കര ഒരു ദുർഘടമായ ഒരു അവസ്ഥയിൽ നീ കിടക്കണമെങ്കിൽ ഉദ്ധിതൻ നിന്നെ എടുത്തുയർത്തും. അപ്പൊ നിനക്ക് അനുഭവം ഉണ്ടാവും. എന്നെ കർത്താവാണ് ഉയർത്തിയത്, കർത്താവാണ് എനിക്ക് കുഞ്ഞിനെ തന്നത്, കർത്താവാണ് എനിക്ക് രോഗസൗഖ്യം തന്നത് നീ പറയും. അപ്പൊ നീ സാക്ഷിയാവും. അപ്പൊ തോമസ് ശ്ലീഹ ചോദിച്ചത്, കർത്താവ് എനിക്ക് കാണണമെന്ന് പറഞ്ഞു, കണ്ടിട്ട് പറയാൻ വേണ്ടിയിട്ടാ. എനിക്ക് കർത്താവ് ഒന്ന് കാണണം, എനിക്ക് കണ്ടിട്ട് പറയണം. നീ ഉദ്ധിതന്റെ സാക്ഷിയാകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉദ്ധിതന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ കർത്താവിൻ്റെ കൂടെ നിൽക്കുക. കർത്താവ് നിനക്ക് അനുഭവം തരും. നീ ഒരു ദുരാചാരത്തിനും പോകരുത്, ഒരു മദ്യപാനത്തിനും നീ പോകരുത്, നീ വിവാഹേതര ബന്ധങ്ങളിൽ പോകരുത്. ഉദ്ധിതന്റെ സാക്ഷിക്ക് ചേർന്ന പരിപാടിയല്ലത്. ഉദ്ധിതന്റെ സാക്ഷി കർത്താവിൻ്റെ കൂടെ നിൽക്കും. ഉദ്ധിതന്റെ സാക്ഷി. ഇന്ന് ഇവർക്ക് ഈ ഗലീലയ്ക്ക് ഈ മഗ്ദലന മറിയം മറ്റു സ്ത്രീകളുമാണ്. അവർ കല്ലറ വിട്ട് ഭയത്തോടും വലിയ സന്തോഷത്തോടും കൂടെ ശിഷ്യന്മാരെ വിവരമറിയിക്കാൻ
ഓടുക എന്ന് പറഞ്ഞിങ്ങനെ ചടഞ്ഞുകൂടി ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഒരു വിശ്വാസമൊക്കെ സ്വീകരിച്ചു, പക്ഷേ ഇങ്ങനെ ഒരു ഉണർവില്ലാതെ പാപമൊക്കെ ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്നത് അതിൻ്റെ സംഭവമല്ല. തീക്ഷ്ണത കർത്താവിന് വേണ്ടി. അപ്പോൾ ഓടി, ഇവർ ഉദ്ധിതൻ്റെ അനുഭവം കിട്ടിയപ്പോൾ അവർ ഓടി. അപ്പോൾ യേശു എതിരെ വന്ന്, കണ്ട, ദൗത്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ യേശു എതിരെ വന്നു. അവരെ അഭിവാദനം ചെയ്തു. അവർ അവനെ സമീപിച്ച് പാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. അപ്പോൾ ഉദ്ധിതൻ്റെ മക്കൾ എപ്പോഴും ഉദ്ധിതൻ്റെ സാക്ഷികളായിരിക്കും. ദൗത്യം ചെയ്തുകൊണ്ടിരിക്കും. കുർബാന സമയത്ത് ഫോൺ വിളിക്കുക, ഫോട്ടോ എടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യൂല. ദൈവാരാധന ഉദ്ധിതന് അവർ കൊടുത്ത കാര്യമാണ്. കാൽപാദങ്ങൾ കെട്ടിപ്പിടിച്ച് ആരാധിച്ചു. മറിയം കുരിശിൻ ചുവട്ടി ചെയ്ത കാര്യം അത് തന്നെയാണ്, ദൈവാരാധന. ഉദ്ധിതന്റെ മക്കളുടെ പ്രത്യേകതയാണ് ഞായറാഴ്ച ആചരണം. ദൈവത്തെ ആരാധിക്കുക, കുമ്പസാരിക്കുന്ന വഴി ദൈവത്തെ ആരാധിക്കുകയാണ്. പരിശുദ്ധ മറിയം ഈശോയുടെ ശരീരം മടിയിലേക്ക് വാങ്ങിയതുപോലെ അങ്ങനെ ചെയ്യാനുള്ള അവസരമാണ് കുർബാന സ്വീകരണം. ഉദ്ധിതന്റെ മക്കൾക്കുള്ള പരിപാടിയാണ് കൗദാശ ജീവിതം. ഉദ്ധിതന്റെ മക്കൾക്കുള്ള പരിപാടിയാണ് വചനാധിഷ്ഠിത ജീവിതം. ഉദ്ധിതന്റെ മക്കൾക്കുള്ള പരിപാടിയാണ് പ്രാർത്ഥനാ ജീവിതം. നിങ്ങളിങ്ങനെ മുന്നേറുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന തിരുനാളിന് മുൻപ് നിങ്ങൾക്ക് അനുഗ്രഹം കിട്ടിയിരിക്കും. ഇനി 50-ാം തിരുനാൾ പരിശുദ്ധാത്മാവിൻ്റെ തിരുനാളാണ്. എല്ലാവരും ഇങ്ങനെ ഈ ഭൂമിയിലെ കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുക, അത് വേണം ഇത് വേണം. പക്ഷേ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ നിങ്ങൾക്കെല്ലാം കിട്ടും. പരിശുദ്ധാത്മാവെ വരണമേ എന്ന് പറഞ്ഞ് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുങ്ങ്. മറിയത്തിൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞുരുവായത് പരിശുദ്ധാത്മാവ് വന്നിട്ടല്ലേ. അതായത് ഒരു ദൈവശക്തി വന്ന് നിറഞ്ഞു. ആ ദൈവശക്തി ആഗ്രഹിച്ചു. ധൂർത്തപുത്രൻ വീട്ടിലേക്ക് വന്നപ്പോൾ ഒന്നും ചോദിച്ചില്ല. അപ്പൻ്റെ കൂടെ നിൽക്കാനായിട്ടുള്ള ആ ഒരു ദൈവിക അനുഗ്രഹമാണ് ചോദിച്ചത്. അപ്പാ, തെറ്റിപ്പോയപ്പാ എന്ന് പറഞ്ഞിട്ട് അപ്പൻ്റെ കൂടെ നിന്ന്. അപ്പോൾ കൂടെ എല്ലാം ചേർത്ത് നൽകപ്പെട്ടു, മോതിരം വരെ നൽകപ്പെട്ടു. അങ്ങനെ ഉദ്ധിതൻ്റെ കൂടെ നിൽക്കാൻ സാധിക്കട്ടെ. ഉദ്ധിതൻ്റെ ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. അതും ലഭിക്കട്ടെ. അതിനുവേണ്ടി ഒരുങ്ങാം. ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങാം. ഉയർപ്പിൻ്റെ വഴിയിലൂടെ ഭംഗിയായിട്ട് ഉയർപ്പിൽ സാക്ഷിയായി ദൗത്യം ചെയ്തുകൊണ്ട് ദൈവാരാധന നടത്തി മുന്നോട്ട് പോകാം. അപ്പോൾ 40-ാം ദിവസം അനുഗ്രഹം കിട്ടിയിരിക്കും. ഏറ്റവും വലിയ അനുഗ്രഹമായ പരിശുദ്ധാത്മാവിനെയും കിട്ടിയിരിക്കും. നമുക്ക് ദൈവത്തോട് അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ദിവ്യകാരുണ്യമായി പ്രാതലായി അൾത്താരതൻ തിരുമേശയിൽ സ്നേഹമായി കരുതലായി കാത്തിരിക്കും എൻ്റെ ദൈവം. സ്നേഹമായി കരുതലായി കാത്തിരിക്കും എൻ്റെ ദൈവം. ഉഷസിന്നുണർവാകണേ, ഉയരും ജീവനാകണേ, ഉദ്ധിതന്നേശുവേ ഉയിരിൻ്റെ നാഥനേ. ഉഷസിന്നുണർവാകണേ, ഉയരും ജീവനാകണേ, ഉദ്ധിതന്നേശുവേ ഉയിരിൻ്റെ നാഥനേ. ഉദ്ധിതൻ്റെ അമ്മേ, പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ.